ഇപ്പൊ നമ്മൾ ഈ രാത്രിയിൽ ഈ നാദാപുരത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ നിനക്കറിയില്ലല്ലോ, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നീ ഫജ്ർ വരെ ഈ ഭൂമിപ്പുറത്ത് നീ ജീവിക്കുമെന്ന് എന്ത് ഗ്യാരണ്ടിയാ നിനക്കുള്ളത്? അപ്പൊ നമ്മൾ ചിന്തിക്കുമെന്ത്, എനിക്കിത്ര വയസ്സല്ലേ ആയുള്ളൂ, ഞാൻ ചിന്തിക്കുന്ന എനിക്ക് 40 ആയുള്ളൂ, ഇനിയും ഒരുപാട് കാലം ഉണ്ടല്ലോ, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുവെങ്കിൽ, മരിക്കണമെങ്കിൽ പ്രായമാകണോ ഉമ്മമാരെ ഉപ്പമാരെ? മരിക്കണമെങ്കിൽ രോഗം വന്നിട്ട് വേണോ? എത്രയോ ആളുകളെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നില്ലേ? വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹ്രി. എത്രയോ ആരോഗ്യമുള്ള ആളുകളെ നീ കാണുന്നില്ലേ? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ നീ കണ്ടിട്ടില്ലേ? മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ പെട്ടെന്നല്ലേ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി എന്ന വാർത്ത നീ കേട്ടത്? അതേ അവസരത്തിൽ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹ്രി, എത്രയോ രോഗികൾ ഹോസ്പിറ്റലുകളിലെ വാർഡുകളിലും ജനറൽ വാർഡുകളിലും വീടിന്റെ ഇരുട്ടുമുറികളിലും അകത്തളങ്ങളിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇന്നും അവർ മരിക്കാതെ, അനങ്ങാൻ കഴിയാതെ, പലപ്പോഴും ബോധമില്ലാതെ മരിക്കാതെയും മരിച്ച പോലെ കിടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അള്ള തന്നതല്ലേ ഈ ആരോഗ്യം, അള്ള തന്നതല്ലേ ഈ കണ്ണ്, അള്ള തന്നതല്ലേ ഈ നാവ്. മരിക്കണ്ടേ നിനക്കും? അതുകൊണ്ട് മരണത്തെ ഓർത്ത് ചിന്തിച്ചോ. അതിന് ഉപകരിക്കുന്ന സന്ദർശനമാണ് ഖബർ സിയാറത്ത്. ആ സിയാറത്തിന് വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, പോകാമല്ലോ നമുക്ക് മക്ബറകളിലേക്ക്. ഇവിടെ ശരിയായ സിയാറത്ത് ചെയ്യുന്നവര് മുജാഹിദുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഖബറിന്റെ അടുത്തേക്ക് പോകുന്നവർ മുജാഹിദുകളാണ്. നിങ്ങൾ പോകുന്ന ഖബറിന്റെ അടുത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നത് എന്തിനാ? പേപ്പട്ടി വിഷ, സർപ്പവിഷ നിവാരണത്തിന്, ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഗർഭധാരണത്തിന്, വിസ ശരിയാവാത്ത ചെറുപ്പക്കാരന് വിസ ശരിയാവാൻ, ശമ്പളം കുറഞ്ഞ ജോലിക്കാരന് ശമ്പളം കൂടാൻ, വൈവിധ്യങ്ങളായ ആഗ്രഹ സഫലീകരണങ്ങളുടെ അവയുടെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടി പെരുമ്പടപ്പ് പുത്തമ്പള്ളി സന്ദർശിച്ചോ, പുതുവന്നാനി സന്ദർശിച്ചോ, അജ്മീറിലേക്ക് പോയിക്കോ എന്ന് നിങ്ങൾ പരസ്യം കൊടുത്തിട്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരും അമീറുമാരുമായി കൊണ്ട് ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാനല്ലേ നിങ്ങൾ ഈ മക്ബറകളിലൂടെ ഊരുതണ്ടുന്നത്? അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സിയാറത്തിന് പറഞ്ഞത് മരണസ്മരണയുണ്ടാക്കാനാണ്, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാനാണ്. അതുകൊണ്ട് ആ ചിന്തയോടെ ജീവിച്ചോ. ഏത് ഘട്ടത്തിലും നീ ആലോചിച്ചോളൂ. കുല്ലും രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. അവനവൻ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നമ്മുടെ പിന്നാലെയുണ്ട് ഉമ്മമാരെ, പിന്നാലെയുണ്ട് ഉപ്പമാരെ. എപ്പോഴാ മരിക്കുക എന്നറിയാമോ? വലാ തദ്രീ നഫ്സുൻ, ഒരൊറ്റ ആത്മാവിനും അറിഞ്ഞുകൂടല്ലോ. ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് അത് വഫാത്തായി പോവുക, എവിടെ വെച്ചാണ് മരിക്കുക എന്നറിഞ്ഞുകൂടല്ലോ. ആ ശരിയായ ചിന്ത എപ്പോഴും നമുക്ക് വേണം. അതിന് ആഖിറത്തെക്കുറിച്ച് ബോധം വേണം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. അതല്ലേ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നന്നായി ചിന്തിച്ചോളാൻ നമ്മളോട് പറഞ്ഞില്ലേ? ഓ ജനങ്ങളെ, അക്സിറൂ, നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, കുറച്ചൊന്നും പോരാ, നിങ്ങൾക്ക് നല്ല ചിന്ത വർദ്ധിപ്പിച്ചോ. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർത്തോളൂ. സർവസുഖവും ഇട്ടെറിഞ്ഞുകൊണ്ട് പോണം. ഈ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണും ഹറാമുകൾ കാണുന്ന എല്ലാവരും, പരേരോപത്തിന്റെ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരും